മൊത്തം ഭാഗത്ത് വെക്കുന്നത് ഓയിൽ ഒഴിച്ചു നോക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതാ ഇതിന്റെ എല്ലാം. എടാ ഫിറോസിക്ക മീൻ വറുത്തു, നമുക്കൊന്ന് വറുത്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അത് ശരി. അപ്പൊ ജിമ്മും ഡയറ്റൊക്കെ എന്നാ ചെയ്യാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മീൻ അതെടുത്ത് അത് വരഞ്ഞിട്ട് അതിൽ ഇച്ചിരി നല്ല പച്ചക്കുരുമുളക്, അത് അരച്ചത്, ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഒന്ന് പുരട്ടി വെച്ച് നല്ല തവ പാനെടുത്ത് നല്ല നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ മീനിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് അത് വറക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരും. നിനക്ക് ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഇപ്പോഴും ജിമ്മിൽ പോകാൻ തോന്നുന്നുണ്ടോ? കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോമാര് വരും. എടാ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം എന്നാ? നമുക്ക് ഈ കാനഡയില് നല്ല മീൻ എവിടെ കിട്ടും അറിയോ? അതിനൊരു സ്പോട്ട് ഉണ്ട്, ബാ കാണിച്ചാലോ. എടാ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. നമസ്തേ. ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതൊക്കെ നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന്. കമാൺ. നീ ഇതിപ്പോ പറഞ്ഞതിനേക്കാളും ഒരുപാട് മീനുണ്ടല്ലോ. നെയ്മീൻ അത് നമ്മളെ പീസായിട്ട്, പിന്നെ വെള്ളമീനുണ്ട്, ബ്ലൂ ക്രാബ് കടിക്കോ ഭാഗ്യം. പിന്നെ അയില, ആവോലി, ചെമ്പല്ലി. ചെമ്പല്ലി അല്ലേ? ചെമ്പല്ലി. എടാ ഇതിപ്പോ നമ്മള് വറക്കാൻ വേണ്ടി പറഞ്ഞു വന്നിട്ട് ഇതിപ്പോ ഇതില് 2 മുതൽ അല്ലാണ്ടല്ലോ വറക്ക തന്നെ മതിയല്ലേ? നമ്മള് ഈ റോസിക്ക വറക്കണോണ്ട് വന്നിട്ട് ഇനിയിപ്പൊ വെച്ച് കഴിഞ്ഞാ മോശമില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ചെമ്പല്ലി എടുക്കാം. ചെമ്പല്ലി ഈ പറഞ്ഞ പോലെ വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതന്നെ എടുക്കാം. ഇത് ഇങ്ങോട്ട് വറുത്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കമാൻ. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫൈനലി നമ്മൾ ഫിഷാണ് വെച്ചു. പക്ഷെ മീൻ വേണോ? അങ്ങനെ നമ്മുടെ ചെമ്പല്ലീനെ മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് വറുത്ത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി തിന്ന് നോക്കിയിട്ട് ബാക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്ന്. കമാൺ. പൊളി, അടിപൊളി. ഞാൻ കൊതി തീർന്നില്ലേ ഇനി? ശരി.